ഡിസംബർ 14-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് മണിപ്പൂർ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, എന്താണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം മണിപ്പൂരിൽ അവിടുത്തെ രണ്ട് കമ്മ്യൂണിറ്റികൾ, എത്നിക് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ കലാപം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ കുറവാണ്, കോടതി കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെൻ്റ്ലി വന്ന പെറ്റീഷനിൽ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഡിസ്ട്രക്ട് ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അക്കൗണ്ടബിളി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന പെറ്റീഷനിൽ കോടതി ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മണിപ്പൂർ ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട, നശിപ്പിക്കപ്പെട്ട, അതുപോലെ തന്നെ എൻക്രോച്ച് ചെയ്ത പ്രോപ്പർട്ടീസിന്റെ ഡീറ്റെയിൽസിനും അതുപോലെ തന്നെ ഈ ഒരു എത്നിക് വയലൻസിൽ ഉണ്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻസും നാശനഷ്ടങ്ങളെയും കുറിച്ചും ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ഇഷ്യൂസ് മണിപ്പൂരിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് ജസ്റ്റിസ് ഗീത മിറ്റലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഈ ഒരു ഇൻവെസ്റ്റിഗേഷനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഏരിയന് വേണ്ടിയിട്ട്, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യാവകാശ സഹായത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് വേണ്ടിയിട്ട് കമ്മിറ്റി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു കോടതി ഈ ഒരു കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ടെന്യൂറും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ വിഷയത്തെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരു വിഷയത്തെ ജുഡീഷ്യറി അല്ല ഇടപെടുന്നത്, ശരിക്കും ഇടപെട്ടത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവർ കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇടപെടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും അവിടെ സെക്ഷൽ വയലൻസ് നടക്കുന്നുണ്ട്, പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ എത്നിക് ഹോസ്റ്റിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, എത്നിക് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ അവരെ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തെ ഇടപെടാൻ സുപ്രീം കോടതിയാണ് മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ചും യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇൻഎഫക്റ്റീവ് ആവുകയും ഈ ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇഷ്യൂ വന്നത് ഓർത്ത് നോക്കുക. എത്നിക് ലൈൻസിൽ ഈവൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റോ സൊല്യൂഷൻസോ ഒന്നും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത്. അവിടെ ഗവൺമെന്റിന്റെ ആ ഒരു ഹെസിസ്റ്റൻസിനെ, ഗവൺമെന്റ് പിന്നോട്ട് പോയതിനെയാണ് ഇവിടെ ഓതർ എഡിറ്റോറിയലിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഒരുപാട് ആർമഡ് ഗ്രൂപ്പ്സ് അവർ ആക്റ്റീവാണ്, അവർ വെപ്പൺസ് ലൂട്ട് ചെയ്തു, അവർ കുറെ കൂടി ആക്റ്റീവായി മാറി. വയലൻസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ സമാധാനപരമായിരുന്ന പ്രദേശങ്ങളിൽ പോലും വലിയ അക്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് മണിപ്പൂരിലെ വയലൻസ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റുകളുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി ഇവിടെ വീണ്ടും ഇടപെടുന്നു എന്നുള്ളത് കാര്യമായിട്ട് ആ ഒരു വിഷയം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വയലൻസിനെ എൻഡ് ചെയ്യാനും അവിടെ സമാധാനം കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നിർബന്ധിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റിയുടെയും മറ്റുമൊക്കെ ഇടപെടൽ ഉണ്ടാവാം എന്നുള്ളതാണ്. ഈ ഒരു കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതായിട്ടുള്ളത്, പ്രത്യേകിച്ച് നാഷണൽ സെക്യൂരിറ്റി ക്ലെയിം ഒക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ആ ഒരു സത്യത്തെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയും കൃത്യമായിട്ടുള്ള റീകൺസിലേഷൻ പ്രോസസ്സുകൾ നടക്കുന്നതും വളരെ അത്യാവശ്യമാണ്. ആ ഒരു ലോങ് ടേം പീസ് മണിപ്പൂരിൽ 1.5 വർഷമായിട്ട് നഷ്ടപ്പെട്ടുള്ള സമാധാനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള എഫക്റ്റീവായ സ്റ്റെപ്പ് എടുക്കാൻ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതും കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡ്രൗണിംഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ റീസെന്റ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഗ്ലോബൽ ഡ്രൗണിംഗ് ക്രൈസിസ്, അതായത് ലോകത്ത് ആൾക്കാർ മുങ്ങി മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഡ്രൗണിംഗ് റിപ്പോർട്ടും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതായത് ലോകത്ത് ആദ്യമായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഡ്രൗണിംഗ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2021 മാത്രം 3 ലക്ഷത്തോളം ആൾക്കാരാണ് മുങ്ങി മരിച്ചിട്ടുള്ളത്. അതായത് ഒരു മണിക്കൂറിൽ ശരാശരി 30 പേര് മരിക്കുന്നതിന് തുല്യമാണെന്ന് ഓർത്തുവെക്കുന്നത്. അപ്പോൾ ഇതിൽ 92% മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ലോ മിഡിൽ ഇൻകം കൺട്രീസിലാണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് 28% ഗ്ലോബൽ ഡെത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡ്രൗണിംഗ് ഡെത്ത് 2000-നെ
കമ്പയർ ചെയ്യുമ്പോൾ 38% കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഈ പ്രോഗ്രസ് ഈ കുറഞ്ഞത് തന്നെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളാണ്. മറിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള പ്രദേശങ്ങളിൽ ഇത് ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഓർത്ത് വെക്കണം. നിങ്ങളും പത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇത്തരത്തിലുള്ള മുങ്ങി മരണങ്ങൾ വാർത്തകളിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്പൈറ്റ് ഈ ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ചേഞ്ചസ് പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് വളരെ സ്ലോ ആണെന്നുള്ളതാണ്. ഇത്തരത്തിൽ മരണപ്പെടുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്ന് ഓർക്കുക. മൊത്തം മരണത്തിന്റെ 24% 4ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോർഷൻ പിന്നെ വരുന്നത് 5 മുതൽ 14 വയസ്സുള്ളവരും 15 മുതൽ 21, അതായത് യങ് ഏജിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള മുങ്ങി മരണങ്ങൾ വിധേയമാവുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പൊ ഇതില് ഈ ഒരു ഡ്രൗണിങ് ഡെത്തുകളും പ്രത്യേകിച്ചും ഫ്ലഡിങ്ങും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതിനെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലഡിങ്ങിനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സ്റ്റഡീസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഫ്ലഡിങ് വർദ്ധിക്കുന്നതിനും അതുവഴി ഇത്തരത്തിലുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലഡിങ് ആണ് 75% അല്ലെങ്കിൽ ഫ്ലഡിങ് മൂലമുണ്ടാകുന്ന മരണത്തിലെ 75% ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മുങ്ങി മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം മരണങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബൈസ്റ്റാൻഡർ ട്രെയിനിങ്, റെസ്ക്യൂ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ നൽകേണ്ടതായിട്ട് 33% രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വാട്ടർ സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷനും സ്വിമ്മിങ്ങിനെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വെറും 22% രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഉള്ളത് എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നിങ്ങൾ പൈറേറ്റ്സുകളെ കണ്ടു കഴിഞ്ഞാൽ, അതായത് കടൽ കൊള്ളക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു കണ്ണ് എപ്പോഴും മറച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഒരു 1 ഐ പാച്ച് വെച്ച് മറക്കുന്നത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആക്ച്വലി ഇവിടെ റോഡോപ്സിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഒരു കെമിക്കലിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന് എന്താണ് ഈ റോഡോപ്സിൻ, എന്താണ് ഈ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഈ പൈറേറ്റ്സ് ആയിട്ടുള്ള കടൽ കൊള്ളക്കാരായിട്ടുള്ള അവരെ നമ്മൾ സിനിമകളിലൊക്കെ കാണിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ണ് മറക്കാറുണ്ട്. ഇതിന് കാരണം രാത്രിയിൽ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവർ ഒരു കണ്ണ് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കണ്ണ് മറയ്ക്കുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ അതുവഴി അവർക്ക് നൈറ്റ് ടൈമിൽ കൃത്യമായിട്ടുള്ള വിഷൻ കിട്ടാനും കുറഞ്ഞ ലൈറ്റിൽ പോലും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ കൃത്യമായിട്ട് അക്രമങ്ങൾ നടത്താനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ കണ്ണിലെ റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ പിഗ്മെന്റ് ആണ്. അപ്പോൾ ഇത് ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ലോ ലൈറ്റ് പ്രകാശത്തിൽ, കുറഞ്ഞ പ്രകാശമുള്ള സമയത്ത് നമ്മുടെ കണ്ണിനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് നമുക്ക് റോഡോപ്സിൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ട കാര്യം, ഒരു ലൈറ്റ് റൂമിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റോഡോപ്സിൻ കാര്യമായിട്ട് ആവശ്യമില്ല. അവിടെ നമ്മുടെ കണ്ണ് തുറന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആവശ്യത്തിന് ലൈറ്റ് നമ്മുടെ കണ്ണിന്റെ അകത്തേക്ക് വരും, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും. പക്ഷേ ഒരു മങ്ങിയ വെളിച്ചമുള്ള സമയത്ത് അല്ലെങ്കിൽ പാതി ഇരുട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് കാഴ്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ റോഡോപ്സിൻ നമ്മളെ സഹായിക്കും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഈ റോഡോപ്സിൻ അത് 2 ഡിഫറെന്റ് കോമ്പോണന്റുകളായിട്ട് മാറും. അതിനുശേഷം ഒപ്റ്റിക് നെർവിലേക്ക് സിഗ്നൽസ് നൽകിയിട്ടാണ് നമുക്ക് ചെറിയ ലൈറ്റ് പ്രകാശത്തിനെ പോലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ രാത്രിയിലെ തീരെ ഇരുട്ടാണെങ്കിൽ ഓർത്ത് വെക്കണം, കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ഈ റോഡോപ്സിൻ ഫോം ചെയ്യുന്നില്ല, അത് രൂപപ്പെടുന്നില്ല, നമുക്ക് കാഴ്ച ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണെങ്കിലേ ഉണ്ടാവില്ല. ചെറിയൊരു പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ റോഡോപ്സിൻ ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയ പ്രകാശത്തെങ്കിലും കണ്ണിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, ഇവര് കണ്ണ് ഇതാക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 10-30 മിനിറ്റുകൾ എടുത്തെങ്കിൽ മാത്രമാണ് ഈ ഒരു റോഡോപ്സിൻ ഫോം ചെയ്ത് നമുക്ക് പ്രോപ്പർ വിഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു റൂമിൽ കയറ്റി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക്നെസ് ഫീൽ ആവുന്നുണ്ടാവും, ഒന്നും കാഴ്ച കാണില്ല. എന്നാൽ ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂമിൽ ചെറിയൊരു കാഴ്ച കാണുന്നത് കാണാം. ഇത് നിങ്ങളുടെ അനുഭവത്തിൽ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന് കാരണം ഈ റോഡോപ്സിൻ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. മങ്ങിയ വെളിച്ചത്തിൽ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ തെലങ്കാനയിൽ 5.3 മാഗ്നിറ്റ്യൂഡ് എർത്ത് ക്വാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു എർത്ത് ക്വാക്ക് ഉണ്ടായിട്ടുള്ളത് ഗോദാവരി റിഫ്റ്റ് സോണിലാണ് എന്നുള്ളതാണ് വാർത്ത. അപ്പൊ നമുക്ക് നോക്കാം എവിടെയാണ് ഗോദാവരി റിഫ്റ്റ് സോൺ, എന്താണ് ഈ ഒരു എർത്ത് ക്വാക്കിന് കാരണം എന്നുള്ളത്.
അപ്പോൾ റീസെന്റ് ആയിട്ട് തെലങ്കാനയുടെ ഇട്ടൂര നഗരം എന്ന് പറയുന്ന സ്ഥലത്ത് 5.3 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ക്വാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രമേഴ്സ്, ആ എർത്ത് ക്വാക്കിന്റെ ട്രമേഴ്സ് നോർത്തേൺ ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഒക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരും ഈ ഒരു എർത്ത് ക്വാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പറഞ്ഞിട്ടുള്ളത് ഗോദാവരി ഫോൾട്ട് സിസ്റ്റത്തിലാണ് ഇതിന്റെ എപ്പി സെന്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഗോദാവരി ഫോൾട്ട് സിസ്റ്റം എന്ന് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിലാണ് നമുക്ക് ഗോദാവരി റിഫ്റ്റ് സോൺ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് ഗോദാവരി റിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഗോദാവരി നദി ഇവിടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഗോദാവരി റിവർ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഗോദാവരി റിവറിന്റെ ലൊക്കേഷനും ഒന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ഗോദാവരി റിഫ്റ്റ് സോൺ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ഇന്ത്യയിലാണെന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മേജർ ആയിട്ടുള്ള നോർമൽ ഫോൾട്ട് ആണ്. ഈ നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സീസ്മിക് ആക്ടിവിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഇവിടെ എർത്ത് ക്രസ്റ്റിലുള്ള ആ ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള എനർജിയാണ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗോദാവരി റിഫ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഗോദാവരി ഫോൾട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു 2024 ആർട്ടിക് റിപ്പോർട്ട് പബ്ലിഷ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആർട്ടിക് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടാണ് ഈ ഒരു ആർട്ടിക് റിപ്പോർട്ടിൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആർട്ടിക് റിപ്പോർട്ട് കാർഡ് എന്താണ്, ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2024 ആർട്ടിക് റിപ്പോർട്ട് കാർഡാണ് നോവ എന്ന് പറയുന്ന US ഏജൻസി, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നോവയുടെ ഫുൾ ഫോം. ഇവരാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ആർട്ടിക് പ്രദേശത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് നോവയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 97 സയന്റിസ്റ്റുകൾ, 11 രാജ്യങ്ങളിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ആർട്ടിക് മേഖലയിൽ റാപ്പിഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇത് വലിയ ഗ്ലോബൽ കോൺസിക്വൻസസ് ഉണ്ടാക്കും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൽ സംഭവിക്കുന്നത്? ആർട്ടിക്കിൽ വളരെ വേഗത്തിലാണ് വാർമിംഗ് നടക്കുന്നത്. മറ്റേത് റീജിയനെ കമ്പയർ ചെയ്യുമ്പോഴും വളരെ വേഗത്തിൽ വാർമിംഗ് നടക്കുന്നുണ്ട്. ഷോർട്ടർ ആയിട്ടുള്ള സ്നോ സീസൺസ്, മഞ്ഞ് നിറഞ്ഞ സമയം കുറയുന്നുണ്ട്. സീ ഐസിന്റെ അളവ് കുറയുന്നുണ്ട്. ഇത് അവിടുത്തെ എക്കോസിസ്റ്റത്തെയും ഹ്യൂമൻ ലൈഫിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൃഗങ്ങള്, സീൽസ്, കരീബു തുടങ്ങിയിട്ടുള്ള മൃഗങ്ങള് ഈ ഒരു വാർമിംഗ് കാരണം അഫക്റ്റഡ് ആയിട്ടുണ്ട്. അവിടുത്തെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസും പലതരത്തിലുള്ള ചാലഞ്ചസ് നേരിടുന്നുണ്ട്. കാരണം അവിടെ ലൈഫ് ഭയങ്കരമായിട്ട് ഹെക്റ്റിക് ആയി മാറിയിട്ടുണ്ട് ചേഞ്ചിങ് എൻവയോൺമെന്റ് കാരണം. അൺയൂഷ്വൽ ആയിട്ടുള്ള വെതർ പാറ്റേൺസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ എക്സ്ട്രീം ഹീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനോ അഡാപ്റ്റേഷൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. അവിടുത്തെ ആർട്ടിക് തുന്ദ്ര എന്ന് പറയുന്നത് ട്രഡീഷണലി ഒരു കാർബൺ സിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ആ ഒരു പ്രദേശം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെർമാഫ്രോസ്റ്റ്, അതായത് പെർമനന്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള മഞ്ഞ്, ഈ മഞ്ഞിന്റെ അടിയിൽ ഒരുപാട് ബയോ മെറ്റീരിയൽസ് കിടക്കുന്നതാണ്. ഈ മഞ്ഞ് മെൽറ്റിംഗ് നടന്ന് മഞ്ഞ് നീക്കം ചെയ്യുമ്പോൾ അതിന്റെ അടിയിലുള്ള ഈ ഒരു ബയോ മെറ്റീരിയലിൽ നിന്നും മീഥെയിൻ ഉൾപ്പെടെയുള്ള ഗ്യാസ് പുറത്തേക്ക് വരും. ഇതാണ് പെർമാഫ്രോസ്റ്റ് എന്നുള്ള കാർബൺ പുറത്തേക്ക് വരിക. ഇത് കാരണം ഇതൊരു കാർബൺ സോഴ്സ് ആയി മാറുന്നു എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ ഇന്റൻസിഫൈ ചെയ്യാൻ കാരണമാകുന്നു ഓർത്ത് വെക്കുക. അതായത് പെർമാഫ്രോസ്റ്റ് മാറുന്ന സമയത്ത്, പെർമനന്റ്ലി ഫ്രോസൺ ലാൻഡിനെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അത് മാറുന്ന സമയത്ത് അതിന്റെ അടിയിലുള്ള മൈക്രോബുകൾ ഡീകമ്പോസ് ചെയ്യണം. ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും മീഥെയിൻ ആയിട്ടും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് വരും. ഇവ രണ്ടും വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണെന്ന് ഓർത്ത് വെക്കാം. ഇത് കൂടാതെ അവിടെ ടെമ്പറേച്ചർ കൂടുന്നത് കാരണം വൈൽഡ് ഫയേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതും ഈ ഒരു അതുവഴി കൂടുതൽ കാർബൺ എമിഷൻ ഉണ്ടാവുന്നതും മറ്റൊരു കാരണമായിട്ടാണ്. അപ്പം നിലവിൽ ഈ ഒരു ആർട്ടിക് പ്രദേശം ഒരു കാർബൺ സിങ്ക് എന്നതിൽ നിന്നും, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ആഗിരണം ചെയ്യുന്ന ഒരു പ്രദേശം എന്നതിൽ നിന്നും ഒരു കാർബൺ സോഴ്സ് ആയി മാറുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ വളരെ സിവിയർ ആയിട്ട് ബാധിക്കുമെന്നും ഇത് ഈ ഒരു ഹ്യൂമൻ എമിഷൻസിനെ കൃത്യമായിട്ട് കുറക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നുമാണ് ഈ ഒരു ആർട്ടിക് റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് സർക്കിളിന്റെ, ഈ ഒരു ആർട്ടിക് സർക്കിളിന്റെ ഭാഗമാണ് ഈ ഒരു ആർട്ടിക് പ്രദേശം എന്ന് പറയുന്നത് കൂടി ഓർത്ത് വെക്കുക. അവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ആർട്ടിക് പ്രദേശം കാണാൻ വേണ്ടി പറ്റും. ആർട്ടിക് പ്രദേശത്തിലേക്ക് നമുക്ക് വിവിധ രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളും കാണാൻ വേണ്ടി പറ്റും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആർട്ടിക് എന്ന് പറയുന്നത് നിങ്ങൾ ജോഗ്രഫിയിൽ ബേസിക്കലി പഠിക്കുമ്പോൾ നമ്മുടെ നോർത്തേൺ ധ്രുവ പ്രദേശങ്ങളാണ്, നോർത്ത് പോളിന്റെ ചുറ്റുമായിട്ടുള്ള പ്രദേശങ്ങളാണ് ആർട്ടിക് പ്രദേശം എന്ന് പറയുന്നത്. അവിടെ ആർട്ടിക് ഓഷ്യൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യൻ റോക്ക് പൈത്തനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മലമ്പാമ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ മലമ്പാമ്പ് എന്ന് പറയുന്ന പാമ്പാണ്. ഈ ഒരു പാമ്പിനെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ ഈ
റോക്ക് പൈത്തന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന വാർത്തയാണ്. തമിഴ്നാട്ടിലെ മോയാർ വാലിയിലെ ഇത്തരത്തിലുള്ള റോക്ക് പൈത്തൺസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത വന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറഞ്ഞാൽ പൈത്തൺ മുളൂറസ് എന്ന് വിളിക്കും. ഇത് തമിഴ്നാട്ടിൽ വളരെ കോമൺ ആണ്. മോയാർ വാലി എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതായിട്ടുള്ളത്. ഇത് അതിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നിയർ ത്രട്ടൻഡ് ആണ്. വളരെയധികം ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ മോയാർ വാലിയിൽ ഇത് കൂടുതലായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോയാർ വാലി എന്ന് പറഞ്ഞാൽ മുതുമലൈ ടൈഗർ റിസർവ്, സത്യമംഗലം ടൈഗർ റിസർവ് ഒക്കെ വരുന്ന ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സ്പീഷീസിന് കാര്യമായിട്ടുള്ള ഇൻക്രീസ് പോപ്പുലേഷൻ കാണുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാമ്പാണ്. ഈ ഒരു പാമ്പിനെ പല സ്ഥലങ്ങളിൽ പല പേര്, മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. നമുക്കിതിനെ റോക്ക് പൈത്തൺ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് വലിയ പാമ്പാണ്, നോൺ വെനമസ് ആണ്, ഇതിന് വിഷമില്ലാത്ത പൈത്തൺ സ്പീഷീസ് ആണെന്ന് ഓർത്ത് വെക്കാം. ഇതിനെ ബ്ലാക്ക് ടെയിൽഡ് പൈത്തൺ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ റോക്ക് പൈത്തൺ എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ വൈറ്റിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളറിലാണ്, അതിൽ ബ്ലോട്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള രീതിയിലാണ് കാണാറുള്ളത്. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ടാൻ ഷെയ്ഡിലാണ് കാണുന്നത്. വ്യത്യസ്ത ടെറൈൻ അനുസരിച്ച് വ്യത്യസ്ത കളറിൽ കാണാം. നമുക്കിത് വെസ്റ്റേൺ ഘാട്ടിൽ കാണാൻ പറ്റും, ആസാമിലുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഉള്ളത് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള കളറിലാണ്. അതേസമയത്ത് ഡെക്കാൻ പ്ലാറ്റ്യൂ, ഈസ്റ്റേൺ ഘാട്ട് പ്രദേശങ്ങളിലുള്ളത് കുറച്ച് ലൈറ്റ് കളറിലുള്ള പാമ്പിനെ കാണാറുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റാറ്റിൽ കാണും. ഗ്രാസ് ലാൻഡുകൾ, സാവന്ന, സ്വാംസ്, മാഷ്, റോക്കി ഫൂട്ടിൽ, വുഡ്ലാൻഡുകൾ, ഓപ്പൺ ഫോറസ്റ്റ്, റിവർ വാലീസ് അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണാറുണ്ട്. ഈ ഒരു പാമ്പ് ഇന്ത്യയിലും സൗത്ത് നേപ്പാളിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഭൂട്ടാനിലും ബംഗ്ലാദേശിലും ഈവൻ മ്യാൻമാറിൽ ഉൾപ്പെടെ കാണുന്ന ഒരു മൃഗമാണെന്ന് ഓർത്ത് വെക്കുക, പാമ്പാണെന്ന് ഓർത്ത് വെക്കാം. ഇത് നൊക്ടേണൽ ആണ്. അപ്പോൾ മോസ്റ്റ്ലി രാത്രിയിലൊക്കെയാണ് ഇര തേടാൻ ഇറങ്ങുക. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ക്രിയേച്ചേഴ്സ് ആണ്, മോസ്റ്റ്ലി ഗ്രൗണ്ടിലാണ് ഉണ്ടാവുക. പക്ഷെ ഓർത്ത് വെക്കുക, ഇവർക്ക് മരത്തിലും കയറാൻ പറ്റും. ഇവർ മരത്തിലും മറ്റുമൊക്കെ തൂങ്ങിക്കിടക്കുന്നത് ഫോട്ടോസിലും മറ്റുമൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇവർക്ക് വെള്ളത്തിലും നീന്താൻ പറ്റും. എക്സലന്റ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇതിന്റെ IUCN പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നിയർ ത്രട്ടൻഡ് ആണ്. ഇതാണ് വാർത്ത വന്നത്. ഇതിന്റെ IUCN പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നിയർ ത്രട്ടൻഡ് ആണെങ്കിലും തമിഴ്നാട്ടിൽ ഇതിന്റെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 2-ലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1-ൽ പെട്ട ഒരു ജീവിയാണ് ഈ ഒരു റോക്ക് പൈത്തൺ എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ മൊയാർ വാലി വാർത്തയുണ്ട്. മൊയാർ വാലി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആണ് മൊയാർ വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് കൂടി പറയാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ടൈഗർ ഉണ്ട്, എലിഫന്റ് ഉണ്ട്. ഇത് കൂടാതെ ക്രിട്ടിക്കലി എൻഡേജ് ആയിട്ടുള്ള ജിപ്സ് വൾച്ചർ എന്ന് പറയുന്ന കഴുകൻ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ് മോയാർ വാലിയുടെ പ്രത്യേകതയായിട്ടുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ജിപ്സ് വൾച്ചർ പെനിൻസുലാർ ഇന്ത്യ റീജിയനിലെ ഓൺലി ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ബിഗ്ഗസ്റ്റ് നെസ്റ്റിംഗ് കോളനിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ഈ ഒരു മോയാർ വാലിയുടെ പ്രത്യേകതയായിട്ടുള്ളത് ഓർത്തുക. മൊയാർ വാലി മുതുമലൈ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ നീലഗിരി, തമിഴ്നാടുവിലെ നീലഗിരി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി 3 സംസ്ഥാനങ്ങളുടെ ഒരു ട്രൈ ജംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. കേരള, കർണാടക, തമിഴ്നാട്. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ്. വലിയ ഏരിയ ആണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട് കേരളത്തിലെ. അതുപോലെ തന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഉണ്ട് കർണാടകത്തിലെ. സത്യമംഗലം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. മുക്കുർത്തി നാഷണൽ പാർക്ക് ഉണ്ട്. സൈലന്റ് വാലി ഉണ്ട്. ഇതെല്ലാം ചേർന്ന വലിയൊരു പ്രദേശമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു പ്രദേശം സത്യമംഗലം ടൈഗർ റിസർവ് വാർത്തയിൽ മെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൈഗർ റിസർവ് ആണ്. ഈസ്റ്റേൺ ഘാട്ടിലും ഈറോഡ് ഡിസ്ട്രിക്ട്, ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടുവിലാണ് സത്യമംഗലം ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഈസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രദേശമാണ് സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് പറയാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വെസ്റ്റേൺ ഘാട്ടിന്റെ ഭാഗമാണെങ്കിൽ ഈസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ട് നമുക്ക് സത്യമംഗലം ടൈഗർ റിസർവിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഘാട്ടിനും ഈസ്റ്റേൺ ഘാട്ടിനും ഇടയിലായിട്ട് ഉള്ള ഒരു പ്രദേശമായിട്ട് നമുക്ക് സത്യമംഗലം ടൈഗർ റിസർവിനെ കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ചും ഇരുള എന്ന് പറയുന്ന ട്രൈബ് അല്ലെങ്കിൽ ഉരളി എന്ന് പറയുന്ന ട്രൈബ് കമ്മ്യൂണിറ്റി, അതുപോലെ സൊലിഗ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഈ ഒരു സത്യമംഗലം ടൈഗർ റിസർവിൽ ഉള്ളതാണെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ മാപ്പിൽ നമുക്കിവിടെ മുതുമലൈ ടൈഗർ റിസർവ് കാണാൻ പറ്റും. അതിനുശേഷം സത്യമംഗലം ടൈഗർ റിസർവ്. ഈ ഒരു സ്ട്രെച്ച് ആണ് നമുക്ക് വെസ്റ്റേൺ ഘാട്ട് എങ്കിൽ ഈ ഒരു സ്ട്രെച്ചിൽ നമുക്ക് ഇങ്ങനെ ഈസ്റ്റേൺ ഘാട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തുക. അപ്പോൾ ഇവിടെയാണ് മുതുമലൈ ടൈഗർ റിസർവ്, ഇവിടെയാണ് സത്യമംഗലം ടൈഗർ റിസർവ് വരുന്നത് ഓർത്തുക. സത്യമംഗലം പ്രധാനമായിട്ടും ഈസ്റ്റേൺ ഘാട്ടിന്റെ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത മൊണാർക്ക് ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടാണ്. മൊണാർക്ക് ബട്ടർഫ്ലൈസ് US-ലെ
ത്രട്ടൻഡ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് മാറി. അതായത് അതിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരുവാണ്, അതിനൊരു ത്രട്ടൻഡ് സ്പീഷീസ് സ്റ്റാറ്റസ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. യുഎസിലെ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈനെ ഒരു ത്രട്ടൻഡ് സ്പീഷീസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും അതിന്റെ പോപ്പുലേഷനിൽ വലിയ കുറവാണുള്ളത്, നിയർ എക്സ്റ്റൻഷൻ സ്റ്റേജിലേക്ക് വരെ അത് എത്തുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ പോപ്പുലേഷൻ കുറയാൻ? ഇതിന്റെ ഹാബിറ്റാറ്റ് ലോസ്, പെസ്റ്റിസൈഡുകളുടെ കീടനാശിനികളുടെ ഉപയോഗം കാരണം, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒക്കെ ഈ ഒരു സ്പീഷീസിന്റെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായിട്ടെന്നാണ് ഓതർ പറയുന്നുള്ളത്. ഈ ഒരു മൊണാർക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനസ് പ്ലക്സിപ്പസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ ഒരു സബ് സ്പീഷീസ് ആണ്. ഏകദേശം 4000 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കളർ എന്ന് വെച്ചാൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡറും ഓറഞ്ച് വിങ്സും കാരണം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പോളിനേറ്റേഴ്സ് ആണ്. പരാഗം എന്ന് പറയുന്ന പ്രോസസ്സിനെ, പരാഗണം എന്ന് പറയുന്ന പ്രോസസ്സിനെ, പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിവിധ എക്കോസിസ്റ്റം സർവീസസും ഗ്ലോബൽ ഫുഡ് വെബിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന്റെ വളരെ കുറച്ച് പോപ്പുലേഷൻ ആണ് വിവിധ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിലും ഹവായിലും ഇന്ത്യയിലും ഒക്കെ കാണുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ തെക്കും വടക്കുമായിട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ 2 പ്രാവശ്യം ഒരു വർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. അത്തരത്തിൽ ആ ഒരു പോളിനേഷൻ അത്രയും ലോങ് ഡിസ്റ്റൻസിലേക്ക് ക്യാരി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരേ ഒരു പ്ലാന്റിൽ നിന്ന് മാത്രമാണ് ബ്രീഡ് ചെയ്യുക. ഇതിന്റെ മുട്ടകളിടുക ഒരേ ഒരു പ്ലാന്റിൽ മാത്രമാണ്. മിൽക്കി വീഡ്സ് എന്നാണ് വിളിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുന്നത്. അതിലാണ് മൊണാർക്ക് ബട്ടർഫ്ലൈസിന്റെ ലാർവ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് കാറ്റഗറി ആണ്. അതിനെ ത്രട്ടൻഡ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് US ശ്രമിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഡാർവിൻ വാസ്പിന്റെ 5 പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡാർവിൻ വാസ്പ് എന്ന് പറയുന്ന ആ ഒരു ജീവി. അപ്പോൾ ഈ ഒരു ഡാർവിൻ വാസ്പ് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ റിസർച്ചേഴ്സ് അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ആസ്ട്രി എന്ന് വിളിക്കും. ഈ ഒരു റിസർച്ച് ഗ്രൂപ്പാണ് ഡാർവിൻ വാസ്പിന്റെ 5 സ്പീഷീസുകളെ ഇന്ത്യയിലും തായ്ലൻഡിലുമായിട്ട് കണ്ടെത്തിയിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഫാമിലിയിലെ ഡാർവിൻ വാസ്പിന്റെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. നോർമലി ഇന്ത്യയിൽ ഈ ഒരു സ്പീഷീസിനെ കാണാറുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഡാർവിൻ വാസ്പ് എന്ന് വെച്ചാൽ ഇച്ചുമോണിഡേ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതിലൊരു പാരസൈറ്റോയിഡ് വാസ്പുകളാണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഡൈവേഴ്സ് ഗ്രൂപ്പ് ആയിട്ടുള്ളതാണ്. ഏകദേശം 25,000-ഓളം സ്പീഷീസിനെ 2016 തന്നെ ഇതിന്റെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇൻസെക്ട് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു റെഗുലേറ്റർ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് നാച്ചുറൽ അതുപോലെ തന്നെ സെമി നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ കൺട്രോളിന്റെ, അതായത് മറ്റ് പെസ്റ്റുകളുടെയും മറ്റുമൊക്കെ പോപ്പുലേഷൻ കൺട്രോളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഏജൻസ് ഓഫ് ബയോളജിക്കൽ കൺട്രോൾ എന്ന രീതിയിൽ ഈ ഒരു ഡാർവിൻ വാസ്പുകളെ വിശേഷിപ്പിക്കാറുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ജെൻകാസ്റ്റ് എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ഒരു വെതർ ഫോർകാസ്റ്റ് മോഡലാണ് ജെൻകാസ്റ്റ്. അപ്പോൾ എന്താണ് ജെൻകാസ്റ്റ്, എന്താണ് അതിന്റെ അഡ്വാൻസസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ജെൻകാസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ്. മെഷീൻ ലേണിംഗ് മോഡലാണ്. വെതർ പ്രഡിക്ഷൻ, കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയിട്ടുള്ള മോഡലാണെന്ന് ഓർത്തുക. ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് സിസ്റ്റത്തെ ഒക്കെ ഓവർറൂൾ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ആക്യുറസി, വളരെ സ്പീഡായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജെൻകാസ്റ്റ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്ത് ഇത് ഫോർകാസ്റ്റുകൾ നൽകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ജെൻകാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മെഷീൻ ലേണിംഗ് വെതർ പ്രഡിക്ഷൻ മോഡലാണ്. ഇതൊരു ഡിഫ്യൂഷൻ മോഡലാണ് യൂസ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഇമേജ് ജനറേറ്റേഴ്സ്, നിലവിലുള്ള കുറെ ഇമേജുകളെ കമ്പൈൻ ചെയ്ത് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നതുപോലെ തന്നെ ജെൻകാസ്റ്റും നിലവിലുള്ള ഫോർകാസ്റ്റുകളെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഫോർകാസ്റ്റ് നൽകുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഫോർകാസ്റ്റുകളെ ക്യാപ്ചർ ചെയ്യുകയും അതിന്റെ കോംപ്ലക്സ് അറ്റ്മോസ്ഫിയർ ബിഹേവിയേഴ്സിനെ ക്യാപ്ചർ ചെയ്യുകയും അതെല്ലാം കമ്പൈൻ ചെയ്യുന്ന കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഫോർകാസ്റ്റുകൾ നൽകുക എന്നുള്ളതാണ് ജെൻകാസ്റ്റ് പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് 15 ദിവസം വരെയുള്ള ഫോർകാസ്റ്റുകൾ 8 മിനിറ്റിനുള്ളിൽ പ്രവചിക്കാൻ പറ്റും എന്നുള്ളതാണ് ജെൻകാസ്റ്റിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെതർ ഫോർകാസ്റ്റുകൾ സിമുലേഷൻസ്, പ്രത്യേകിച്ചും അറ്റ്മോസ്ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് എസ്റ്റിമേറ്റുകളെ, കറണ്ട് എസ്റ്റിമേറ്റുകളെ മെഷർ ചെയ്തിട്ട് അതിനെ റൺ ചെയ്തിട്ടാണ് സിമുലേഷൻ വഴിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഒരു ഗ്രിഡ് മോഡൽ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ഫിസിക്കൽ ലോസ് പ്രകാരമുള്ള ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടൊക്കെയാണ് സൊല്യൂഷനിലേക്ക് എത്തുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പവർ വേണം. വളരെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു മോഡലിന് അത്യാവശ്യമാണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് വെതർ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ന്യൂറൽ നെറ്റ്വർക്കുകൾ അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാനാണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡലുകളെ സംബന്ധിച്ച് കുറെ കൂടി സ്മൂത്തർ ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളുടെ റിയൽ വെതർ സിസ്റ്റമായിട്ട് ഓൾറെഡി
ഉള്ള ആ ഒരു ഡൈനാമിക് നേച്ചറുമായിട്ട് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ജെൻകാസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജെൻകാസ്റ്റ് മൾട്ടിപ്പിൾ ഫോർകാസ്റ്റുകൾ കൊണ്ടുവരും, എന്നിട്ട് അതിനെ സ്മൂത്തൻ ചെയ്തിട്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നൽകുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. വ്യത്യസ്ത പോസിബിലിറ്റീസ് ആദ്യം പ്രിഡിക്റ്റ് ചെയ്യും, അതിനുശേഷം അതിനെ ആവറേജ് ഔട്ട് ചെയ്യും ചെയ്യുന്ന കൂടി ഓർത്ത് വെക്കുക. പക്ഷേ ഓർത്ത് വെക്കേണ്ട കാര്യം ജെൻകാസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു റീ അനാലിസിസ് മുന്നത്തെ ഡാറ്റയും അതിൻ്റെ ഔട്ട്കമും വെച്ചിട്ട് ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ വരുന്ന ഇനാക്യുറസീസ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ റാൻഡം നോയ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫോർകാസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. 15 ദിവസത്തേക്കുള്ള ഫോർകാസ്റ്റുകൾ 8 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ, കാലാവസ്ഥ പ്രവചന മോഡലുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറെ കൂടി എഫിഷ്യന്റ് ആണ്, മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള യൂസിന് പറ്റുമെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് വെച്ച് നമുക്ക് ഈ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത് ഷോർട്ട് ടേമിലേക്ക് 15 ദിവസത്തേക്കൊക്കെ സ്യൂട്ടബിൾ ആണെങ്കിലും ലോങ് ടേം ക്ലൈമറ്റ് പ്രൊജക്ഷൻസിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് ലോങ് റേഞ്ച് ഓഫ് ഡാറ്റ ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് പ്രൊജക്ഷൻസ് പ്രധാനമായിട്ടും നമ്മൾ ലോങ് ടേം ചേഞ്ചസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കാർബൺ എമിഷൻ, ഇപ്പോഴുള്ള കാർബൺ എമിഷൻ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രവചിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഈ ഒരു ജെൻകാസ്റ്റ് മോഡൽ സ്യൂട്ടബിൾ അല്ല എന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു മോഡലിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, വലുതാക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻസും മറ്റുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ലോങ് ടേം പ്രഡിക്ഷൻസിലേക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സെസ്സുകളെയും സർചാർജുകളെയും സംബന്ധിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ സെസ്സും സർചാർജും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെന്നാണ് അനവിന്ദ് പനഗരിയ എന്ന് പറയുന്ന നമ്മുടെ 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരവിന്ദ് പനഗരി അദ്ദേഹം 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ്. പ്രത്യേകിച്ചും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് കൂടുതൽ വിഹിതം നൽകണം, അതിൽ സെസ്സും സർചാർജും വിഹിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് സ്റ്റേറ്റുകൾ. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു വിഷയം കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണെന്നാണ് ഈ ഒരു 16th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് സെസ്സും സർചാർജും നോക്കാം. സെസ്സും സർചാർജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വസ്തുവിന്റെ മേലെ പിടിക്കുന്ന നികുതിയേക്കാൾ കൂടുതലായിട്ട് ആ നികുതിക്ക് മേലെ ഒരു അഡീഷണൽ ടാക്സ് പിരിക്കുന്നതിനെയാണ് സെസ് സർചാർജ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പിടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് പിരിക്കാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകളും പിരിക്കാറുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്ന നികുതിയും സെസ് സർചാർജിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ 271 പ്രകാരം ഇത്തരത്തിൽ അധികമായിട്ട് നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ സെസ് എന്ന് പറഞ്ഞാലും സർചാർജ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് 100 രൂപയുടെ സാധനത്തിന് ഈ ടാക്സ് 20 രൂപയാണെങ്കിൽ അതിന്റെ മേലെ സെസ്സോ സർചാർജോ 1% ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മേലെ 10% സെസ്സോ സർചാർജോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 20 രൂപയ്ക്ക് മേലെ 2 രൂപ അതിന്റെ 10%, അതായത് 2 രൂപ സെസ്സോ സർചാർജ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ടത് 100 രൂപ ബേസ് പ്രൈസ് കൊടുക്കണം, 20 രൂപ ടാക്സ് കൊടുക്കണം, 2 രൂപ സെസ്സോ സർചാർജോ ആയി കൊടുക്കണം. അപ്പൊ ടോട്ടൽ നമ്മൾ 100 രൂപയുടെ സാഹചര്യത്തിൽ 122 രൂപ കൊടുക്കണം. ഇതിൽ ഈ 20 രൂപ ടാക്സ് എന്ന് പറയുന്നത് അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ വീതിച്ചു പോകും ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ സർചാർജ് അല്ലെങ്കിൽ സെസ് എന്ന് പറയുന്ന സംഭവം അത് നേരിട്ട് പിരിക്കുന്ന ആൾക്കാരാണ്. നോർമലി സെൻട്രൽ ഗവൺമെന്റ് ആണ് കൂടുതലായിട്ട് പിരിക്കുന്നത്. സോ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പോകുന്നത്. അപ്പൊ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക്, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർക്കാണ് ഇത് ബാധ്യതയായിട്ട് വരുന്നത്. ഇത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഇഷ്യൂ വരുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ സെസ്സും സർചാർജും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു സർചാർജ് എന്ന് പറയുന്നത് ഒരു സെസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓർത്ത് വെക്കേണ്ട കാരണം വെച്ചാൽ സെസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി, അത് ഒരു പ്രത്യേക, ഉദാഹരണത്തിന് അഗ്രികൾച്ചറൽ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെസ് വഴി പിരിച്ചു കിട്ടുന്ന പൈസ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്താണോ ആ സെസ് കൊണ്ടുവരുന്നതിന് ഉദ്ദേശം അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലഡ് സെസ് 2018-ലും 19-ലൊക്കെ പ്രളയം വന്നപ്പോൾ കേരളത്തിലെ കേരള ഗവൺമെന്റ് ഫ്ലഡ് സെസ് എന്ന് പറഞ്ഞിട്ട് 1% ഫ്ലഡ് സെസ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ടാക്സിന്റെ മേലെ 1% അഡീഷണൽ സെസ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ? ഈ ഒരു ഫ്ലഡുമായി ബന്ധപ്പെട്ട റീഡെവലപ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സെസ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ സെസ്സും സർചാർജും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും ടാക്സ് ഓൺ ടാക്സ് ആണ്. സെസ് ഒരു സ്പെസിഫിക് പർപ്പസിനായിരിക്കും കൊണ്ടുവന്നത്, അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സർചാർജ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഉദാഹരണത്തിന് സെസ്സുകൾക്ക് ഉദാഹരണമാണ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്. ഇൻഫ്രാസ്ട്രക്ചർ സെസ് സാധാരണ മോട്ടോർ വെഹിക്കിൾ വാങ്ങുമ്പോഴാണ്
വാഹനങ്ങൾ വാങ്ങുമ്പോൾ കാറൊക്കെ വാങ്ങുമ്പോഴാണ് ഉണ്ടാക്കുക, അത് റോഡുകളുടെ ഡെവലപ്മെന്റിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൃഷി കല്യാൺ സെസ് അത് സർവീസുകളുടെ മേലെയാണ്, അത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സ്വച്ഛ് ഭാരത് സെസ് അത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എഡ്യൂക്കേഷൻ സെസ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ക്രൂഡ് ഓയിലിന്റെ മേലുള്ള സെസ് അത് മറ്റ് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഷേഴ്സിനാണ്. അപ്പോൾ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈടാക്കുന്നുണ്ടായത്. അതേസമയത്ത് സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വരും. ഇത് നോർമലി ഈടാക്കുന്നത് ഇൻകം ടാക്സ്, പ്രത്യേകിച്ചും ഒരു ടാക്സ് ബ്രാക്കറ്റിന്റെ മേലെയാണ് ഇൻകം ടാക്സ് വരുന്നതെങ്കിൽ അതിന്റെ മേലെ ആ ടാക്സിന് മേലെ എന്ത് ചെയ്യുന്നുണ്ട്, സർചാർജുകൾ ഈടാക്കാറുണ്ട്. ഇത് ഇൻഡിവിജ്വൽസും അസോസിയേഷൻസും കമ്പനീസിനും എല്ലാം ബാധകമാണെന്ന് ഓർത്തുക. അപ്പോൾ ഈ ഒരു സർചാർജ് കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തുക. അപ്പോൾ സർചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പർപ്പസുമായി ബന്ധപ്പെട്ടതല്ല, സെൻട്രൽ ഗവൺമെന്റ് അധികമായിട്ട് കിട്ടുന്ന ഒരു വരുമാനമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പറയുന്നത് വെച്ചാൽ ഈ ഫണ്ടുകൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് തന്നെയാണ് പോവുക. പക്ഷേ ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളായിട്ട് വീതം വെക്കേണ്ടത് ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിൽ പാടില്ല. സെസ്സുകളും സർചാർജുകളും പിരിക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതം വെച്ച് നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർചാർജസും സെസ്സസും അവരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അത് പ്രത്യേകിച്ചും സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റുകൾക്കും കിട്ടുന്നുണ്ട് എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് വാദിക്കുന്നതായിട്ടുള്ളത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് അത് അവർക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള കൺസേൺസ് സ്റ്റേറ്റ്സിനുണ്ട്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സെസ്സുകളും സർചാർജുകളും അവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതേസമയത്ത് അത് സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ പിരിച്ച് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഉപയോഗിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഫിസിക്കൽ റിസോഴ്സസ് കുറവാണ്, ഗവൺമെന്റിന്റെ കയ്യിൽ നികുതി വരുമാനം കുറയുമ്പോൾ ഇത്തരത്തിലുള്ള സെസ് സർചാർജ് ഷെയറുകൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നേരത്തെ സ്വന്തമായിട്ട് നികുതി പിരിക്കാനുള്ള അധികാരം, ഇൻഡയറക്റ്റ് ടാക്സ് പിരിക്കാനുള്ള അധികാരം സ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ GST വന്നതോടുകൂടി അത് GST കൗൺസിലിന്റെ സെൻട്രൽ ഗവൺമെന്റ് താല്പര്യത്തിനനുസരിച്ച് മാത്രം വരുന്ന സാധ്യതയായി. അതായത് തന്നെ സ്റ്റേറ്റുകൾക്ക് വരുമാന കുറവുണ്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെസ്സും സർചാർജും സ്റ്റേറ്റുകൾക്ക് വീതം നൽകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിധി ഏർപ്പെടുത്തണം എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് 16th ഫൈനാൻസ് കമ്മീഷൻ ചെയർമാനും പറയുന്നത്. അപ്പോൾ 16th ഫൈനാൻസ് കമ്മീഷൻ എന്ത് തീരുമാനത്തിലേക്ക് വരുമെന്ന് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി വരും. അടുത്തത് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതും ഇത് സൗത്ത് ഏഷ്യക്ക് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. ഇത് ഓവറോൾ സൗത്ത് ഏഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വലിയ റിലവൻസ് ഇല്ല, ജസ്റ്റ് ആ ഒരു ട്രംപിന്റെ വരവ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ റീസെന്റ് ആയിട്ട് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജ് അദ്ദേഹം നടത്തിയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിയിട്ടുള്ള വാക്കുകൾ അത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിനെ മുറിവേൽപ്പിച്ചു എന്നും അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ മാത്രം പോരാ, അദ്ദേഹത്തിനെതിരെ മറ്റ് നടപടികളും എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ ഈ ഒരു വിഷയം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ കൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റിക്ക് തന്നെ ഭീഷണിയാണ്. അതുപോലെ തന്നെ കൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആശയം അതിന്റെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണെന്നാണ് ഓതറോടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിൽ, മറ്റുള്ളവർക്കും മാതൃകയാവുന്ന രീതിയിൽ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.